ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 10-ാം ഭാഗം, അത്ഭുതങ്ങൾ നിറഞ്ഞ ആകാശം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആകാശം. എന്നാൽ എന്താണ് ഈ ആകാശം? പല അഭിപ്രായങ്ങളും ഉത്തരങ്ങളായി ഈ ചോദ്യത്തിന് വന്നിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആകാശം എന്ന് പറഞ്ഞവരുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നാം കാണുന്ന അന്തരീക്ഷത്തിൻ്റെയോ ബഹിരാകാശത്തിൻ്റെയോ നമുക്ക് ദൃശ്യമായ ഭാഗം, അതാണ് ആകാശം എന്ന് വിശദീകരിക്കുന്നവരുമുണ്ട്. ചില ആളുകൾ പറയുന്നു ആകാശം എന്ന ഒന്നില്ല, അത് നമ്മുടെ വെറും തോന്നലാണ്. അങ്ങനെ നിരീക്ഷിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ നമ്മൾ നീലാകാശം എന്ന് പറയാറുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നീല കളർ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതൊരു പറച്ചിൽ മാത്രമാണ്. അങ്ങനെ നീല കളറിൽ ഒരു ആകാശമൊന്നും അവിടെ ഇല്ല. നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. സൗരയൂഥത്തിലെ ഒരു ഗ്രഹമായ ഭൂമിയിലാണ് നമ്മുടെ വാസം. ഭൂമിയെപ്പോലെ മറ്റു പല ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. 8 ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടിയതാണ് സൗരയൂഥം, സോളാർ സിസ്റ്റം എന്ന് പറയും. ആലോചിച്ച് നോക്കുക, ഇതുപോലുള്ള ധാരാളം സൗരയൂഥങ്ങൾ, ഇപ്പോൾ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുമൊക്കെയുള്ള ഇതുപോലെയുള്ള ധാരാളം സൗരയൂഥങ്ങൾ കൂടിയതാണ് ഗാലക്സി എന്ന് പറയുന്നത്. നമ്മുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ എന്നാണ്, ആകാശഗംഗ എന്നാണ്. നമ്മുടെ ഗാലക്സിയായ ഈ മിൽക്കി വേയിൽ മാത്രം ഏകദേശം 100 ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. സൂര്യനെപ്പോലെ 10,000 കോടി നക്ഷത്രങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരൊറ്റ മിൽക്കി വേയിൽ 10,000 കോടി നക്ഷത്രങ്ങളുണ്ടത്രേ. ചില ഗാലക്സികളിലാകട്ടെ 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ 40,000 കോടി നക്ഷത്രങ്ങൾ. ഇതിപ്പോൾ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളുടെ കാര്യമാണ്. ഇതുപോലെ ഏകദേശം 125 ബില്യൺ ഗാലക്സികൾ പ്രപഞ്ചത്തിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വോള്യം, ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് ഊഹിച്ചു നോക്കുക, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ചിന്തിച്ച് നമ്മുടെ തല കറങ്ങിപ്പോകും. സൂറത്ത് ദാരിയാത്തിൽ 47-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ആകാശത്തെ നാം തന്നെയാണ് നിർമ്മിച്ചത്, നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനന്തമായ ആകാശം, ഈ ആകാശത്തെ, ഈ പ്രപഞ്ചത്തെ പടച്ചത് അള്ളാഹുവാണ്. അതിൻ്റെ വലുപ്പം, അതിലെ നക്ഷത്രങ്ങൾ, അതിലെ ഗ്രഹങ്ങൾ, ഇതൊന്നും നമുക്ക് എണ്ണിയാൽ തീരുന്നതല്ല. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. അത്രയും വലുതാണ് ഈ പ്രപഞ്ചം. നമ്മൾ കാണുന്ന ആകാശവും കാണാത്ത ആകാശവുമുണ്ട്. ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ ഗാശിയയിലെ 18-ാമത്തെ ആയത്ത്, വഇലസ്സമാഇ കൈഫ റുഫിഅത്, അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന്. സമാ എന്ന പദമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സമാ എന്ന വാക്കാണ് ആകാശത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. സമാ എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് ഭാഷാർത്ഥം. അൽ ഫളാഉൽ അഅല അൽ മുഹീത്ത് ബിൽ അർദ്,
ഭൂമിയെ ചുറ്റിയിട്ടുള്ള ഉയർന്ന ആ ശൂന്യാകാശത്തിനാണ് ആകാശം അല്ലെങ്കിൽ സമാ എന്ന് പറയുക. ആകാശത്തേക്ക് ചിലപ്പോൾ നമ്മൾ എത്ര നോക്കി നിന്നാലും മതി വരില്ല. കൊതി തീരാത്ത ഒരു മനോഹര കാഴ്ചയാണ് നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മിക്കളിക്കുന്ന ആകാശലോകം. ഈ മുകളിലേക്ക് നോക്കിയാൽ നാം കാണുന്ന ഈ മനോഹരമായ ഈ ആകാശ വിസ്മയത്തെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. അള്ളാഹു പറയുന്നു സൂറത്തു സ്വാഫാത്ത്, ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയ ബിസീനത്തിനിൽ കവാകിബ്. ഭൂമിയോട് തൊട്ടടുത്തുള്ള ഈ ആകാശത്തെ നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. നല്ല നക്ഷത്രാങ്കിതമായ ഒരു രാത്രിയിൽ ആകാശത്തേക്കൊന്ന് നോക്കിയാൽ എന്തൊരു മനോഹരമായിരിക്കും ആ കാഴ്ച. സൂറത്തുൽ മുൽക്ക് 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് സയ്യന്ന സമാ അദ്ദുനിയാ ബിമസാബീഹ്. ചില ആഘോഷാവസരങ്ങളിലൊക്കെ നമ്മുടെ വീടുകൾ, നമ്മുടെ നഗരങ്ങൾ, റോഡുകൾ ഇതൊക്കെ ദീപാലങ്കൃതമായി നമുക്ക് കാണാം. അള്ളാഹു പറയുകയാണ്, ആകാശത്ത് നാം ദീപാലങ്കൃതമാക്കിയിരിക്കുന്നു. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയാ ബിമസാബീഹ്. സൂറത്തുൽ മുൽക്ക് 5-ാമത്തെ ആയത്ത്. സൂറത്തു ഫുസ്സിലത്ത് 12-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നു, വസയ്യന്ന സമാ അദ്ദുനിയാ ബിമസാബീഹ് വഹിഫ്ളൻ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. നാം ഭൂമിയോടടുത്ത ഈ ആകാശത്തെ വിളക്കുകളാൽ മനോഹരമാക്കിയിരിക്കുന്നു, വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു, എന്നിട്ട് അത് ഭദ്രമാക്കിയിരിക്കുന്നു. വഹിഫ്ളൻ, പ്രതാപിയും സകലതും അറിയുന്നവനുമായ അള്ളാഹുവിൻ്റെ നിയന്ത്രണമാണത്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ആകാശത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശം ഒരു മേൽക്കൂരയാണ്. നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയില്ലേ എന്നതുപോലെ ഭൂമി ഒരു വീടാണെങ്കിൽ ആ വീടിൻ്റെ മേൽപ്പുരയാണ് ആകാശം. വജഅൽന السماء سقفا محفوظا وهم عن آياتها معرضون. വജഅൽന السماء سقفا محفوظا. നാം ആകാശത്തെ സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് നമ്മെ സംരക്ഷിക്കുന്ന, നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു മേൽപ്പൂരയായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു. എന്നിട്ടും അവരതിലെ തെളിവുകളെ അവഗണിക്കുകയാണ്. മനുഷ്യൻ്റെ കാര്യമാണ്. ഇത്രയും വലിയ ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു ആകാശത്തിലൂടെ നമുക്ക് തന്നിട്ടും വഹും അൻ ആയാത്തിഹാ മുഅ്രിളൂൻ, അവരതിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയാണ്. സഹോദരന്മാരെ, എങ്ങനെയാണ് ഈ ആകാശം നമുക്ക് പ്രൊട്ടക്ഷനായി മാറുന്നത് എന്ന് ഇന്ന് വേറെ ആരും നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല. നാം പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നു, നാം വായിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ മാരകമായ രശ്മികളിൽ നിന്നും മറ്റനേകം അപകടകാരികളായ പ്രകാശങ്ങളിൽ നിന്നും ഉൽക്കകളിൽ നിന്നുമൊക്കെ നമ്മയെയും ഈ ഭൂമിയിലുള്ള മറ്റ് സകല ജീവജാലങ്ങളെയും കാത്തു രക്ഷിക്കുന്നത് ഈ ആകാശമെന്ന മേൽപ്പുരയല്ലാതെ മറ്റെന്താണ്? ഓസോൺ പാളിക്ക് ഓട്ട വീണിരിക്കുന്നു എന്നും പറഞ്ഞ് മനുഷ്യൻ പരക്കം പായുന്നത് നാം കാണുന്നുണ്ടല്ലോ. പരിസ്ഥിതിവാദികളൊക്കെ ഒച്ച വെക്കുന്നുണ്ട്. മനുഷ്യൻ്റെ കരങ്ങളാൽ ഭൂമിയും ആകാശവുമൊക്കെ നശിപ്പിക്കപ്പെടുന്നു എന്നവർ കരഞ്ഞു പറയുന്നുണ്ട്. ഓസോൺ പാളിക്ക് ഓട്ട വീണാൽ എന്താണ്? അതിലൂടെ അപകടകാരികളായ പ്രകാശങ്ങളും ഉൽക്കകളുമൊക്കെ ഭൂമിയിൽ പതിച്ച് നാശനഷ്ടമുണ്ടാക്കും. അപ്പോൾ ഈ അത്യധികം അപകടകാരികളായ രശ്മികളും ഉൽക്കകളുമൊക്കെ ഈ ഭൂമിയിൽ പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് തടയുന്നത് ആരാണ്? ഈ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ മേൽപ്പുരയായ ആകാശമാണ്. നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതും നമ്മുടെ വായുമണ്ഡലത്തെ ഭദ്രമായി നിലനിർത്തുന്നതും ഈ ആകാശമാണ് എന്ന് വരുമ്പോൾ സഖ്ഫം മഹ്ഫൂള,
സുരക്ഷിതമായ മേലാപ്പ്, സുരക്ഷിതമായ മേൽപ്പുര എന്ന ഖുർആനിൻ്റെ ഈ പ്രയോഗം എത്ര കൃത്യമാണ്, വ്യക്തമാണ്, അനുയോജ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. തണുപ്പ് വരാതിരിക്കാൻ അല്ലെങ്കിൽ പൊടി വരാതിരിക്കാൻ നമ്മൾ വീടിൻ്റെയും ജനലിൻ്റെയും വാതിലിൻ്റെയും വെന്റിലേഷൻ്റെയും ഒക്കെ സുഷിരങ്ങൾ ചിലപ്പോൾ ഭദ്രമായി അടച്ചു വെക്കാറുണ്ട്. ഇങ്ങനെ അടച്ചു വെച്ചാലും പലപ്പോഴും ചെറിയ ചെറിയ പൊടികളൊക്കെ അകത്ത് കടക്കും. വീണ്ടും വീടിനകത്തൊക്കെ വീണ്ടും നമുക്ക് അടിച്ചുവാരി തൂത്തുവാരി കളയാൻ ധാരാളം പൊടിപടലങ്ങൾ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫലം യൻളുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ഒന്ന് നിങ്ങൾ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കൂ. നിങ്ങൾക്ക് തലയുടെ മുകളിലുള്ള ആകാശത്തേക്കൊന്ന് കണ്ണു തുറന്നു നോക്കൂ. എങ്ങനെയാണ് ആ ആകാശം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ആകാശത്തെ എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതിന് യാതൊരു വിടവുകളുമില്ലാതെ, സുഷിരങ്ങളില്ലാതെ, ഓട്ടകളില്ലാതെ എങ്ങനെയാണത് ഭദ്രമാക്കി നിലനിർത്തിയിരിക്കുന്നത് എന്ന് നോക്കുക. സൂറത്ത് ഖാഫ് 6-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു വിടവുമില്ലാതെ ഈ ആകാശത്തെ അലങ്കരിച്ചതുകൊണ്ട് ആകാശമെന്ന മേൽപ്പുര നമുക്ക് സഖ്ഫം മഹ്ഫൂള, സുരക്ഷിതമായ ഒരു മേൽപ്പുരയായി നിൽക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ അത്ഭുതമാണ്, അള്ളാഹുവിൻ്റെ ആയത്താണ്, നമുക്കവൻ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.